my dear students, welcome back to the Exam Point English classes. Class 10 ലെ എല്ലാ കൂട്ടുകാർക്കും എക്സാം പോയിന്റിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ പോമാണ് Blown in the Wind by Bob Dylan. വളരെ നല്ല പോയാണ് കേട്ടോ. Very simple, and before that, as usual, we are going to read about our poet Bob Dylan. Bob Dylan was born on May 24, 1941, is an American singer, songwriter, artist and writer. His early songs such as Blown in the Wind and The Times They Are A-Charging became anthems for an American civil rights and anti-war movements. His mid-1960s recordings, backed by rock musicians, climbed the heights of the United States music charts. He won the Nobel Prize in Literature for his contributions to music in 2016. So Bob Dylan കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, ആർട്ടിസ്റ്റ്, റൈറ്റർ എല്ലാമാണ് ബോബ് ഡിലൻ. ബോബ് ഡിലൻ്റെ വർക്ക്സിന് 2016 മ്യൂസിക് കോൺട്രിബ്യൂഷൻസിനെല്ലാമായിട്ട് ബോബ് ഡിലന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. വെരി സിമ്പിൾ, നൊബേൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ള ബോബ് ഡിലൻ ആണ് ഇന്ന് നമ്മുടെ ഓഥർ. നമ്മൾ പഠിക്കാൻ വന്ന പോയത്തിന്റെ പേരെന്താണ്? എന്താണ് കൂട്ടുകാർ ഓർത്ത് പറഞ്ഞേ. കണ്ടോ, പോയത്തിന്റെ പേരെന്താണ്? ബ്ലോവൻ ഇൻ ദി വിൻഡ്. എന്താണ് ബ്ലോവൻ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുന്നതിനെയാണ് നമ്മൾ ബ്ലോവൻ ഇൻ ദി വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കാറ്റത്ത് ആടി ഉലയുന്നത്? അത് നമുക്കറിയണ്ടേ? നമുക്ക് പോയം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എന്താണ് കാറ്റത്ത് ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ് ബ്ലോയിങ് ഇൻ ദി വിൻഡ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയത്തിലേക്ക് പോയാലോ? മിസ് വായിക്കും, എക്സ്പ്ലെയിൻ ചെയ്യും. എന്നെ എല്ലാ കുട്ടികളും മിസ്സിനെ ശ്രദ്ധിച്ചിരുന്ന് പോയിന്റ് ശ്രദ്ധിക്കാം. ഓക്കെ. How many roads must a man walk down before you call him a man? ഒരു മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കാൻ അയാൾ എത്ര റോഡിൽ കൂടെ ഇങ്ങനെ നടക്കണം, എവിടെ കൂടെയൊക്കെ അയാൾ ഇങ്ങനെ ഇറങ്ങി നടക്കണം. How many seas must a white dove sail before she sleeps in the sand? എത്ര കടലിന്റെ മീതെ പറന്നാലാണ് ഒരു വെളുത്ത പ്രാവിന് മണലിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത്? Yes. And how many times must the cannonballs fly before they are forever banned? Cannon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഗൺ ആണ് കേട്ടോ. വലിയ തോക്കുകളെയാണ് നമ്മൾ കാനൺ ബോൾസ് എന്ന് പറയുന്നത്, വെടിയുണ്ടകൾ. ഓക്കെ, കാനൺ ബോൾസ് എന്ന് പറയുമ്പം വലിയ പീരങ്കിയ വെടിയുണ്ടകളാണ്. അത് എത്ര പ്രാവശ്യം ഫയർ ചെയ്ത് കഴിഞ്ഞാലാണ്, എത്ര പ്രാവശ്യം ഇങ്ങനെ ഗൺ യൂസ് ചെയ്ത് വെടി പൊട്ടി കഴിയുമ്പോഴാണ്, ഫയർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമുക്ക് ബാൻ ചെയ്യാൻ പറ്റുന്നത്. ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക, നിരോധിക്കുക. അതാണ് അങ്ങനെ നിരോധിക്കാൻ പറ്റുന്നത്. The answer, my friend, is blown in the wind. The answer is blown in the wind. അപ്പൊ ഈ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമാണ് ഇറ്റ് ഈസ് ബ്ലോൺ ഇൻ ദി വിൻഡ്. എന്താണ്? കാറ്റത്ത് ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചില പ്രത്യേക ചോദ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബോബ് ഡിലൻ ഈ പോയം എഴുതിയിരിക്കുന്നത്. സിമ്പിൾ പോയമാണ് അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി പോയതിന്റെ മീനിങ്സ് ഒക്കെ എന്തൊക്കെയാണ്, അടുത്ത ബ്ലോൺ ഇൻ ദ വിൻഡ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ മിസ്സിന്റെ കൂടെ വായിച്ചോ കേട്ടോ എല്ലാ കുട്ടികളും. യെസ്. And how many years can a mountain exist before it is washed to the sea? ഒരു മൗണ്ടെയിൻ അവിടുന്ന് താഴേക്ക് വന്ന് എന്താണ് സീയിലേക്ക്, കടലിലേക്ക് വന്ന് എത്തിച്ചേരുന്നതിന് മുമ്പ് എത്ര വർഷം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര വർഷം, 2 വർഷം, 10 വർഷം, 25 വർഷം, നമുക്ക് അങ്ങനെ കൃത്യം പറയാൻ പറ്റുമോ എത്ര വർഷമെന്ന്? ഇല്ല. Yes, and how many years can some people exist before they are allowed to be free? എത്ര നാൾ കഴിഞ്ഞാലാണ് ചില ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്? എപ്പോഴാണ് ചിലർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്? Yes, and how many times can a man turn his head and pretend that he just doesn't see? Pretend ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ?
നമ്മളിങ്ങനെ വെറുതെ അഭിനയിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അഭിനയിക്കുന്നത്? തിരിഞ്ഞു നോക്കിയിട്ടും കണ്ടില്ല എന്ന് അഭിനയിക്കാനായിട്ട്, കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് എത്ര തവണ ഒരാൾക്ക് സാധിക്കും? ഇതിനൊക്കെ ഉത്തരവുണ്ടോ? ഉണ്ടോ? മിസ്സിന്റെ പോയം ശ്രദ്ധിക്കുന്നുണ്ടോ? ബോബ് ഡിലന്റെ പോയം മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാ പറഞ്ഞേ, ഇതിനൊക്കെ ഉത്തരം നമുക്ക് കിട്ടുവോ? നോ. The answer, my friend, is blown in the wind. The answer is blown in the wind. ഇതിന്റെ എല്ലാ ആൻസർ എവിടെയാണ്? ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഓക്കെ, and the last lines of the poem. Yes, and how many times must a man look up before he can see the sky? Yes, and how many years must one man have before he can hear people cry? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു മനുഷ്യന് ആകാശത്തേക്ക് എത്ര തവണ നോക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്, how many years one man have before he can hear people crying? ആളുകൾ കരയുന്നത് എത്ര കേൾക്കാൻ പറ്റും? എങ്ങനെ കേൾക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിനക്ക് ആൻസർ ഉണ്ടോ? And how many deaths will it take till he knows that too many people have died? എത്ര മരണം കഴിഞ്ഞാലാണ് ഒരാൾക്ക് മനസ്സിലാകുന്നത് ആ ആളുകളൊക്കെ മരിച്ചുപോയി എന്നുള്ളത്? എത്ര പേര് മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന്? അതെങ്ങനെയാണ്? അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം ഒരു വർഷത്തെ കണക്കെടുത്താൽ ലോകത്ത് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ആർക്കെങ്കിലും കൃത്യം പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര മരണം സംഭവിച്ചിട്ടുണ്ടെന്ന്, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് എന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. The answer, my friend, is blown in the wind. The answer is blown in the wind. All the answers of all these weird questions are blown in the wind. എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഉത്തരമുള്ള ചോദ്യങ്ങളാണോ? അല്ല. ഇതാണ് ബോബ് ഡിലന്റെ പോയം ബ്ലോവൻ ഇൻ ദ വിൻഡ്. സിമ്പിൾ പോയം അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് ബ്ലോവൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ പോയം. ഓക്കെ അല്ലേ? എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ? ശരി, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാക്കി സെക്ഷനുകളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് നോക്കാനുള്ളത് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ആണ്. വെരി സ്മോൾ ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. only 7 questions and answers. So let's start with the first question. What does the word roads refer to here? The word roads here refers to the age and experiences and sufferings of person. റോഡ് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെയുള്ള ആളുകളുടെ, മനുഷ്യരുടെ പ്രായം, എക്സ്പീരിയൻസ്, സഫറിങ്സ് ഒക്കെയാണ് റോഡ് എന്ന വേർഡ് കൊണ്ട് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. Question number 2. Do these questions demand a specific answer? Do you call such questions? No, they don't need. They are called rhetorical questions. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ക്വസ്റ്റ്യൻസ് ആണ്? നമ്മുടെ പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് ഒരു ആൻസർ വേണ്ടിയ ക്വസ്റ്റ്യൻസ് ആണോ? ഒരിക്കലും അല്ല അല്ലേ? ദാറ്റ് ഈസ് ഓൾ കോൾഡ് ദി റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അത് ഇങ്ങനെയാണ്, ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൽ എളുപ്പം എന്താണ്? ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടോ, ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉത്തരം ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാകും? ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും അല്ലേ? അതിനു വേണ്ടി നമ്മൾ ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ആണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? Question number 3. Why does the writer say that the answer is blowing in the wind? The writer says that the answer is blowing in the wind because nobody knows the answer. Everybody tries to get it, but it slips away from our hold. എന്തുകൊണ്ടാണ് ഈ ആൻസേഴ്സ് എല്ലാം ബ്ലോയിങ് ഇൻ ദ വിൻഡ്, കാറ്റിൽ ആടിയുലയാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതുവരെ ആർക്കും അതിൻ്റെ ആൻസർ ഒന്നും അറിയില്ല. എല്ലാവരും ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ആർക്കും ആൻസേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പോയിട്ട് അങ്ങനെ പറയുന്നത്. Question number 4. How is a question about the mountain related to the other 2 questions in stanza 2? They are all unanswerable and thus they are related. എന്താണ് അത് തമ്മിലുള്ള ബന്ധം? stanza 2-ലെ
സ്റ്റാൻസ 2 തന്നെയല്ല, നമ്മുടെ പോയത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസും അതിനൊന്നും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അതാണ് ഈ പോയത്തിലെ ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ബന്ധം. Question number 5. Who may be the people and the man referred to stanza 2? What is the attitude of the author towards them? The people are those who are denied their civil rights, like the blacks in America or the people in colonies. Man is the ruler or the authority who does not want to see the suffering of those who without freedom. He sympathizes with the people but is angry with the man. People and man എന്ന് പറഞ്ഞിട്ടുണ്ട്. It shows the two categories. രണ്ട് കാറ്റഗറീസിനാണ് ഉദ്ദേശിക്കുന്നത്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പീപ്പിൾ ഈസ് ദ പീപ്പിൾ ഹൂ ഡിനൈഡ് ഓൾ ദി ഫ്രീഡം. സഫർ ചെയ്യുന്നവരെയാണ് പീപ്പിൾ. മാൻ എന്ന് പറഞ്ഞാൽ ദ അതോറിറ്റേറ്റീവ് വൺ. ആരാണ്? റൂൾ ചെയ്യുന്നയാള്. ആ ആൾക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളും സഫറിങ്സും ഒന്നും അറിയണ്ട. ആൻഡ് സോ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? പോയറ്റ് നമ്മുടെ ബോബ് ഡിലൻ actually sympathizes with people and angry with man. Question number 6. Pick out the lines from the song that refer to the denial of civil rights. This line ആണ് നോക്കിക്കേ. How many times must a man look up before he can see the sky? How many ears must one man have before he can hear? How many deaths will take till he knows that too many people are died? Last question, question number 7. What attitude of the people is reflected in the refrain? The answer is blown in the wind. It is indifference of the people that is reflected in the refrain. Refrain എന്ന് പറഞ്ഞാൽ എന്താണ്? 2 lines റിപ്പീറ്റ് ചെയ്ത് പോയത്തിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ആ റിഫ്രെയിനിൽ എന്ത് ആറ്റിറ്റ്യൂഡാണ് കൊടുത്തിരിക്കുന്നത്? ഇൻഡിഫറൻസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ കാര്യം ഒന്നും അറിയണ്ട, സ്വന്തം കാര്യം മാത്രം, അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങാം. ഫസ്റ്റ് ആക്ടിവിറ്റി. Read the following sentences and place them along appropriate headings in the box. താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ അറിയാം 2 കോളം ഉണ്ട്, ക്വസ്റ്റ്യൻസും സെന്റൻസസും. അതിലേക്ക് അത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് സെന്റൻസസ് എന്ന് എഴുതുക. സിമ്പിൾ ആണല്ലേ? Hard they finished shooting. Their training had not gone very bad. The shots were too dark. Do you think it is easy to set the animal free in the bamboo grove? Gopi is banished by the king. Could a tiger from Bharat Circus do this job? Bharat Circus has 2 tigers with them. Mr. Thorat was the ringmaster of the circus. Bhaga has also been banished. Were all our plans going to down in the drain? ഇനി നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വായിക്കുകയാണ്. The training had not gone very bad. The shots were too dark. Gopi is banished by the king. Bharat Circus has 2 tigers with them. Mr. Thorat was the ringmaster of the circus. Bhaga has also been banished. Ini questions. Had they finished shooting? Do you think it is easy to set the animal free in the bamboo grove? Could a tiger from Bharat Circus do this job? Were all our plans going to go down the drain? So ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ബി സെക്ഷൻ. Analyze the statements that you have listened in the activity. Identify the verbs in them and out them in the appropriate column according to their function as main verb or helping verb. നമ്മൾ വായിച്ച സെൻറ്റൻസസിലെ മെയിൻ വെർബിൻ്റെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആൻസേഴ്സ് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ്. നോക്കിക്കേ ഏതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ്. ഫിനിഷ്ഡ്, ഹാർഡ്, അപ്പം ഹാർഡ് ഫിനിഷ്ഡ്, ഹാർഡ് ഗോൺ, തിങ്ക്, വേർ, do, then is banished, has, was, has been banished, were, going. These are the main verbs and these are the helping verbs. Okay അല്ലേ? ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യണം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർബ്സ്. അപ്പോൾ നമ്മൾ വേർബ്സും ഹെൽപ്പിംഗ് വേർബ്സും ഒക്കെ എഴുതി. ഇനി അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ് എഴുതാനാണ് പറഞ്ഞത്.
അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് വായിക്കാൻ പോവാണ്. ആൻസർ: they are planning something different. He was reading a book when I visited him. Mr. Thorad has or had, രണ്ട് വന്നാലും കറക്റ്റ് ആണ്. Mr. Thorad had 2 tigers with him. The tiger will be impossible to hunt. The shooting will need 2 more days time. Okay, suitable words യൂസ് ചെയ്ത് നമ്മൾ ആൻസർ എഴുതി. ഇനി നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ സെക്ഷൻ സി ആണ് പറയുന്നത്. Filling the blanks columns in the table below 1 is done for you. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്കവിടെ കുറേ മോഡൽ വെർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് തന്നിരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻസും അത് വെച്ചിട്ട് സെൻറ്റൻസസും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് വൺ ഏതാണ്? വില്ലാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് വൺ. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. മേക്കിംഗ് പ്രഡിക്ഷൻസ്, offering to do something, expressing determination, making a formal request, denoting future. ഇനി അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. It will rain this evening. I will help you complete this task. I will speak to him tomorrow. Will you open the window please? The train will leave at 4 o'clock. will യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പിലാണ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള ഓക്സിലറീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വില്ല് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോവാണ് വുഡ്. ഇംപ്രോബബിൾ കണ്ടീഷൻ ആൻഡ് പൊളൈറ്റ് റിക്വസ്റ്റ്, അതിന് വേണ്ടിയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ എ കാർ. വുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? Next one, shall. Showing future and giving command. I shall do it tomorrow. You shall do as you are told. Should. Should is used for giving advice, polite request. ഇതാണ് ഷുഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. Then example, you should study hard. Should I help you to carry that bag? Next one, can. Showing ability, giving and taking permission. This is the function of can. Example, I can drive. Can I go now? Yes, you can. The next one, could. Showing past ability, making polite request. പാസ്റ്റ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവ്. പണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു, അത് ഒരു പാസ്റ്റ് എബിലിറ്റിയാണ്. സോ അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് കുഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. I could dance well when I was young. Could you pick that book for me? Next one, may. മേ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ് അല്ലേ? മേ ഐ ഗോ, മേ ഐ കം ഇൻ, മേ ഐ ഡ്രിങ്ക് ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? നോക്കിയേ, കമ്പൈൻസ് പോസിബിലിറ്റി വിത്ത് ഡൗട്ട്, യൂസ്ഡ് ഫോർ വിഷിംഗ്, ആസ്കിങ് ആൻഡ് ഗിവിംഗ് പെർമിഷൻ. സോ ഇത്രയാണ് നമ്മുടെ മേ എന്നതിൻ്റെ ഫങ്ഷൻ. ഇറ്റ് മേ റെയിൻ, മഴ പെയ്യുമായിരിക്കും. മേ യു ലീവ് ലോങ്, മേ ഐ ഗോ ഔട്ട്, യെസ് യു മേ. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. The next one, might. Might എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പൈൻസ് പോസിബിലിറ്റി വിത്ത് ഡൗട്ട്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യതയുണ്ട്, എന്നാൽ നമുക്ക് ഡൗട്ട് ഉണ്ട് താനും. ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്യുമായിരിക്കാം. The next one, must. It shows obligation. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടപ്പാട്, ആരോടെങ്കിലുമുള്ള നമ്മുടെ ഒരു കടപ്പാട് കാണിക്കുന്നതാണ് മസ്റ്റ് എന്നുള്ളത്. യു മസ്റ്റ് ഡു ഇറ്റ്, ഇനി അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, നീഡ്, ഷോസ് നെസസിറ്റി. അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഐ നീഡ് ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ടുഡേ. ഈ വർക്ക് എനിക്ക് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യണം. ദെൻ ഡെയർ,
ഡെയർ മീൻസ് ചാലഞ്ച്. ഇതാണ് ഫങ്ഷൻ. ഡെയർ എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ആണ്, ഗീവ്സ് ചാലഞ്ച്. ഹൗ ഡെയർ യു, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്, ചാലഞ്ചിങ് ആണ്. ഡെയർ യു കോൾ മീ എ ഫൂൾ. ഓക്കെ, ദെൻ ought. Again, ought is also an exception showing obligation. ഒബ്ലിഗേഷനിൽ എന്താണ് പറയുന്നത്? കടപ്പാട്. You ought to do it today. എന്നത് ചെയ്യണം. Then used to shows past habits. പഴയ നമ്മുടെ എന്തെങ്കിലും സ്വഭാവങ്ങളെയൊക്കെ കാണിക്കുന്നതാണ് used to. I used to smoke a lot. നേരത്തെ നന്നായി പുക വലിക്കുമായിരുന്നു. ഓക്കെ, പാസ്റ്റ് ഹാബിറ്റ് ആണ് കാണിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ മോഡൽ, ഓക്സിലറീസ്, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് സെന്റൻസസ്. ക്ലിയർ അല്ലേ? എല്ലാം എളുപ്പമാണ് കേട്ടോ. ഓരോ മോഡൽ ഓക്സിലറിയുടെയും ഫങ്ഷൻ നമ്മൾ പറഞ്ഞിട്ട് അതിനൊരു എക്സാമ്പിൾ, ഒന്നോ ഒന്നിലധികമോ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈസി അല്ലേ? എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ കുറച്ച് കണ്ടിന്യൂഷനും കൂടെ ഉണ്ട്. അടുത്തതായിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. മിസ് ഇതാണ്ട് ഈ ഗ്രീൻ ടിക്ക് കൊടുക്കുന്നതാണ് ആൻസർ. ഇത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. മിസ് ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഏത്? മിസ് പിങ്ക് ടിക്ക് ചെയ്തേക്കുന്നതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ട ഭാഗം. ഓക്കെ, ആർ ദേ പ്ലാനിങ് ദ സെയിം തിങ് അഗെയിൻ? അതാണ് ഫസ്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. സെക്കൻഡ് നോക്കിക്കേ, അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് നെവർ ട്രാവൽ ത്രൂ എ ജംഗിൾ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഫ്രെയിം ചെയ്യണം? ഹാവ് യു എവർ ട്രാവൽഡ് ത്രൂ എ ജംഗിൾ? ജംഗിളിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നോക്കിക്കേ, ഈ ആൻസേഴ്സ് ഓൾറെഡി ടെക്സ്റ്റിലുണ്ട്. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്യേണ്ടത്. നോക്കിക്കേ, വാസ് ഹി സ്കോൾഡിങ് ദ പബ്ലിക് വെൻ യു റീച്ച് ദെയർ? ദെൻ നെക്സ്റ്റ് വൺ, ഈസ് ഇറ്റ് സ്നോയിങ്? ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ടത്. ക്യാൻ ഹി സ്പീക്ക് ജർമ്മൻ? ഇതാണ് മറ്റൊരു സെക്ഷനിലെ ക്വസ്റ്റ്യൻ. ഹി ക്യാൻ സ്പീക്ക് ജർമ്മൻ. എളുപ്പമാണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതിൻ്റെ ആൻസർ വായിച്ചു നോക്കണം. ആൻസർ എന്താണോ ആ ആൻസർ വരത്തക്ക രീതിയിലുള്ള ചോദ്യം. ഞാൻ ചോറുണ്ടു എന്ന് പറഞ്ഞാൽ നീ എന്താണ് ഇപ്പോൾ കഴിച്ചതെന്ന് ചോദിക്കണ്ടേ? അല്ല നീ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്ന് ചോദിക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഫ്രെയിം ചെയ്യുക. അപ്പം ഹി ക്യാൻ സ്പീക്ക് ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ഹി സ്പീക്ക് ജർമ്മൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയി. എന്ത് ഈസിയാണല്ലേ? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് കേട്ടോ, നല്ല ഈസിയാണ്, എല്ലാം പഠിക്കാണ്ട്. അതിൻ്റെ ട്രിക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? തീർന്നില്ല കേട്ടോ, നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. Now construct questions for the following sentences. താഴെ തന്നിരിക്കുന്നതിനും കൂടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം. നോക്കിക്കേ എന്താണെന്നുള്ളത്. Do they come here frequently? Did you meet him yesterday? Did they live here for a long time? Do you play cricket every day? Does she speak fluent French? ഈ 5 ക്വസ്റ്റ്യൻസും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, കുറച്ച് വെർബിനെയും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടാസ്ക് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി 2. Imagine you have an interview with Satyajit Ray. What questions will you ask? Complete the following conversations. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ എന്ന്. സർ, where did you learn film technology? I learned it from Hollywood. Who helped you there? My friend Alfred Hitchcock helped me there. Which film attracted you most? Adventures of Rin Tin Tin attracted me the most. What was your wish? My wish was to make a film that beat Hollywood. Why did you take such a risk with tigers? I took such risk with tigers to make a wonderful film. How long did it take to shoot the scene? It took 2 days to shoot the scene. How far away was Nottingham from here? Nottingham was 20 kilometers away from here.
How often do you visit Hollywood? I visit Hollywood once in 3 months. What kind of animals are used in Hollywood films? Well-trained animals are used in Hollywood films. Thank you very much, sir. It is okay. So, ഇത്രയാണ് ഒരു സ്മോൾ ഇൻ്റർവ്യൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുന്നത് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇനി എക്സാമിന് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചാൽ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇതേപോലെ നിങ്ങളും ക്വസ്റ്റ്യൻസ് എഴുതുക. ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ആ ആളുടെ ജോലി എന്താണോ പ്രൊഫഷൻ അനുസരിച്ച് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തേർഡ് ആക്ടിവിറ്റി. തേർഡ് ആക്ടിവിറ്റി ഫോർത്ത് ആക്ടിവിറ്റി വളരെ എളുപ്പമാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമർ സെഷനാണ്. ഏറ്റവും സ്റ്റാർട്ടിംഗ് എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Read the sentences given below and identify the noun phrase and verb phrase in them. One is done for you. അപ്പോൾ സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. Mr. Thorat nodded. This puzzled me. He was a South Indian. Mr. Thorat reached the shooting location. ഇത്രയാണ് നമ്മുടെ സെൻറ്റൻസസ്. ഇനി നമുക്കിതിൻ്റെ ആൻസേഴ്സ് നോക്കിയാലോ. മിസ്റ്റർ തോറാട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം. ഓക്കെ, അപ്പൊ നൗൺ ഉള്ളത് നൗൺ ഫ്രേസ്, ദെൻ വെർബ് ഫ്രേസ്. ദിസ് എന്നുള്ളതാണ് നൗൺ ഫ്രേസ്. പസിൽഡ് മീ എന്നുള്ളത് വെർബ് ഫ്രേസും. ദെൻ ഹി ഈസ് ദി നൗൺ ഫ്രേസ്. വാസ് എ സൗത്ത് ഇന്ത്യൻ ഇസ് ദി വെർബ് ഫ്രേസ്. മിസ്റ്റർ തോറാട്ട് ഇസ് ദി നൗൺ ഫ്രേസ്. റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇസ് ദി വെർബ് ഫ്രേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ. റൈറ്റ് 3 sentences keeping the same pattern. 3 sentences ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. My father gave me a pen. They colored the house green. The teacher placed the book on the table. Subject, verb, object ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അല്ലേ? സോ ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു ദി ഫോർത്ത് ആക്ടിവിറ്റി. റൈറ്റ് ദി അബവ് സെന്റൻസസ് ഇൻ ദി SVO പാറ്റേൺ. എൻ്റെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. Their stand-ins do the job. They placed notices in the press all over the United States. They have made films in Bombay and Madras. The tiger could verify Gobi and Bhaga. ഇതാണ് നമ്മൾ ആ പാറ്റേൺ അനുസരിച്ച് വീണ്ടും എഴുതിയിരിക്കുന്നത്. നല്ല ഈസിയാണ് അല്ലേ? ഓക്കെ, സോ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ പോമായിരുന്നു പഠിച്ചല്ലേ? ബോബ് ഡിലന്റെ പോം. വെരി സിമ്പിൾ പോയം അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? സീക്വൻഷ്യൽ ആയിട്ടുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? all the answers are blowing in the wind. blowing, BLOWING, blowing in the wind എന്ന് എഴുതുന്നതിന്റെ അമേരിക്കൻ സ്റ്റൈൽ ആണ് blowing in the wind എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ആ പോയത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ്, സഫറിങ്സ്, കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്തപ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ? എല്ലാ കൂട്ടുകാരും നന്നായി പോയം വായിക്കുക, മനസ്സിലാക്കുക, ഈ പോയത്തിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ട് പോയൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാ ആക്ടിവിറ്റീസും നോക്കുക. ഗ്രാമർ സെഷൻസ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് പാറ്റേണും നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസസും എല്ലാം നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം തീരുവാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എപ്പോഴും പറഞ്ഞാലും മിസ് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത നല്ലൊരു സ്റ്റോറിയുമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നവരേക്കും ടിൽ ദെൻ ഓക്കെ, ബൈ 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 ഡിയർ സ്റ്റുഡൻസ്.